വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു പരിപ്പും പച്ചമാങ്ങായും കൊണ്ടൊരു കറി വെച്ചാലോ? ഒരു ഒഴിച്ചു കറിയാണ്. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു 100 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി സാമ്പാർ പരിപ്പാണുണ്ടെങ്കിൽ അത് മതി. കടലപ്പരിപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ പരിപ്പൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാൻ ദാണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ഇത് കണ്ടോ, അളവ് പാത്രം, അതിനകത്ത് ആണ് എടുത്തേക്കുന്ന ഒരു പാത്രം. ഇനി നമുക്കൊരു പാത്രത്തിലിട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നല്ലതുപോലെ കഴുകണേ. കാരണം പരിപ്പൊക്കെ അല്ലേ, എല്ലാത്തിനകത്തും എന്തെങ്കിലുമൊക്കെ മായങ്ങളൊക്കെ ചേർത്തല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ടെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പം വെള്ളത്തിലൊന്നും ഇട്ടില്ല, നേരിട്ട് തന്നെ, കുതിർത്തൊന്നുമില്ല. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനിത് വേവിക്കാനായിട്ട് വയ്ക്കുവാണ്. നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ടതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ശകലം ലേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറൊന്ന് അടയ്ക്കുക. അടച്ചതിന് ശേഷം ഒന്ന് വേകട്ടെ അതവിടെ ഇരുന്ന്. ആ സമയം കൊണ്ട് നമുക്ക് പച്ചമാങ്ങയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം. തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുത്ത്, നല്ല പരുവത്തിനുള്ള മാങ്ങയാണ്. ഒരുപാട് അങ്ങ് മൂത്ത് പോയതുമില്ല, നല്ല കറക്റ്റ് പരുവായിരുന്നു. ഇനി നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം. പിന്നെ ഇപ്പം ഞാനൊരു അതിൻ്റെ പകുതിയും പിന്നെ ഒരു ശകലവും കൂടെ ഇടുന്നുള്ളൂ. പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ അതനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിന് അത്രയ്ക്ക് പുളിയില്ല, അതുകൊണ്ടാണ് ഞാനൊരു മുറിയും പിന്നെ ഒരു ലേശവും കൂടെ എടുത്തത്. ഇത് അരിഞ്ഞു വയ്ക്കുക. ഇതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളകും കൂടെ അരിയുക. നമ്മളിനി പച്ചമുളക് വേറെ അരയ്ക്കാനൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് ഒരു 3 പച്ചമുളകും കൂടെ കീറിയിടുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, ജീരകം, ചെറിയ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരണം. നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ജാറിലേക്ക്. അപ്പോൾ നമുക്ക് അരച്ചു കൊണ്ടുവരാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തായിരുന്നേ. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ഇത്തിരിയും കൂടെ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ മാങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. മാങ്ങയും പച്ചമുളക് അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വിസിലടിക്കാം. വിസിലടിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെച്ച് മൂടിയൊക്കെ തുറന്ന് നോക്കാം. വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, നോക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങയും പരിപ്പുമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, നെക്കി നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കണം. നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. തവി ഉണ്ടെങ്കിൽ തവിയുടെ ചുവട് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലൊരു മാഷർ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോകും. അതുകൊണ്ട് വെള്ളം ഇത്തിരി കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. അത് ഇരുന്ന് കഴിയുമ്പോഴത്തേനും അതങ്ങ് പരുവത്തിനായിക്കോളും. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം. ഇതിലൊന്ന് കടുക് വറുത്ത് കൊടുക്കണം. തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഈ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേനും ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടട്ടെ. പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം നമുക്കിനി അതിലേക്ക്
കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കാം. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പം മാങ്ങയുടെയൊക്കെ സമയമല്ലേ, അപ്പോൾ പരിപ്പും മാങ്ങയും കൂടി ഇട്ട് ഇതുപോലൊരു ഒഴിച്ച് കറി ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.